ഇന്നലെ രാത്രിയോടെ വന്ന ഒരു വാർത്തയാണ്. തൃശൂർ അന്തിക്കാട് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിനു നേരെ അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളത്. ഇപ്പോഴത് ആ കേസിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. 18 വയസ്സുകാരായ 2 പേരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായത്. MS ലിഷോയുണ്ട് വിശദാംശങ്ങളുമായി. ലിഷോയ്, പ്രായപൂർത്തിയാകാത്ത കുട്ടിയും 18 വയസ്സുള്ള കുട്ടികളും, എന്താണ് ഇങ്ങനെയൊരു ക്രൈം നടത്താനുള്ള കാരണം? വ്യക്തിവിരോധമാണ് ഇങ്ങനൊരു കൃത്യത്തിലേക്ക് ഇവരെ നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അന്തിക്കാട് പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ സ്ഥലത്ത് നേരിട്ടെത്തി തെളിവെടുപ്പും തെളിവ് ശേഖരണവും അതിനോടൊപ്പം തന്നെ പ്രതികളെ കണ്ടെത്താനുള്ള നടപടികളും ആരംഭിച്ചത്. പെരിങ്ങോട്ടുകര കരുവാങ്കുളത്താണ് വീടിന് നേരെ സ്ഫോടക വസ്തു ഇന്നലെ എറിഞ്ഞത്. ഇന്നലെ രാത്രി 8:30 ഈ സംഭവം. 3 പേർ ബൈക്കിലെത്തി ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞു. ഉഗ്രശബ്ദത്തോടുകൂടി വീടിന് മുറ്റത്ത് വെച്ച് ഇത് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും പോലീസിനോട് പറഞ്ഞത്. ഇതിൽ 3 പേരെ ഇപ്പോൾ അന്തിക്കാട് പോലീസ് പിടികൂടിയിട്ടുണ്ട്. കുറുമ്പിലാവ് സ്വദേശി വിഷ്ണു ബ്രഹ്മ, കോട്ടം സ്വദേശി അൽകേഷ്, താന്യം സ്വദേശിയായ ഈ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി. ഈ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ 2 പേരെ, പ്രായപൂർത്തിയായ 2 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഈ ജയിലിലേക്ക് അയക്കാൻ കഴിയാത്തതിനാൽ തുടർ നടപടികൾ ജുവനൈൽ കോടതിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. ലിഷോ, ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ സ്ഫോടക വസ്തു എന്തെന്നുള്ളത് അന്വേഷിക്കണം, ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അന്വേഷിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ മനസ്സിലായോ? ഈ കാര്യങ്ങളിൽ പ്രാഥമികമായ അന്വേഷണമാണ് നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇത് ഈ ഉഗ്രശേഷിയുള്ള ഈ ഉത്സവങ്ങൾക്കും മറ്റും പൊട്ടിക്കുന്ന ഗുണ്ട് ഇനത്തിൽപ്പെട്ട സ്ഫോടക വസ്തു ആണെന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തേടേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ശരി, MS ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയും 18 വയസ്സുകാരനുമാണ് മുൻവിരോധം തീർക്കാൻ വേണ്ടി മറ്റൊരാളുടെ വീട്ടിൽ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവുമായി എത്തുന്നതും ഇത് എറിയുന്നതും. എന്തെങ്കിലും ഒരു അപകടം പറ്റിയിരുന്നെങ്കിൽ 18ാമത്തെ വയസ്സിൽ കുറ്റവാളികളായി മാറ്റുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്.